ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻഫ്യൂഷൻ പമ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പോകുന്ന ഇൻഫ്യൂഷൻ പമ്പിനെ പറ്റിയും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതാണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇവിടുത്തെ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ വെൽക്കെയറിൻ്റെയാണ്. നമ്മളിതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇന്ന് ഫസ്റ്റ് നമ്മൾ IV സ്റ്റാൻഡേർഡ് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനൊരു പവർ കോഡ് ഉണ്ടാവും. പവർ കോഡ് കണക്ട് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇതാണ് നമുക്ക് വേണ്ടത് ബ്യൂറിറ്റ് സെറ്റ്. ചില സ്ഥലത്ത് പീഡിയാട്രിക് സെറ്റ്, ബ്യൂറിറ്റ് സെറ്റ്, ഡ്രിപ്പ് സെറ്റ് എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം, അതായത് എത്ര ml ആണോ വേണ്ടത് അത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. 20 ml വേണമെങ്കിൽ 20 ml, 30 വേണമെങ്കിൽ 30, 100 ആണ് വെച്ച് പോകണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ എടുക്കുന്നു. ഞാനിപ്പോൾ ഒരു 10 ml എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഫസ്റ്റ് ഇതിൻ്റെ നോബ് എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആകും. ഇതിനകത്ത് തന്നെ ആരോ കാണിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഈ ലോക്ക് നമ്മൾ പ്ലാസ്റ്റിക് ഒരു ലോക്കാണ്. അത് നമ്മൾ മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും നല്ലപോലെ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും. ഇതാണ് പവർ ബട്ടൺ. പവർ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ഓണായി വരും. അതിന് ശേഷം നോബ് ഇത് നമ്മൾ ഫുള്ളാക്കി വയ്ക്കുക. പവർ ബട്ടൺ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ഡിസ്പ്ലേ വരും. ഇതിനകത്ത് റേറ്റ് ഉണ്ട്. VTBI എന്ന് പറഞ്ഞാൽ വോളിയം ടു ബി ഇൻഫ്യൂസർ എന്നാണ് അതിൻ്റെ അർത്ഥം. മോഡ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് റേറ്റ് മോഡിലാണ് പോകുന്നത്. ഇപ്പോൾ മോഡിൻ്റെ അകത്ത് നിൽക്കുവാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവും റേറ്റ് മോഡ്, ഡ്രിപ്പ് മോഡ്, ടൈം മോഡ്, WVT മോഡ് എന്നും പറഞ്ഞുകൊണ്ട്. നമ്മൾ കൂടുതൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റേറ്റ് മോഡ് അല്ലെങ്കിൽ ടൈം മോഡായിരിക്കും. ഫസ്റ്റ് ഞാൻ റേറ്റ് മോഡ് എന്താണെന്ന് കാണിച്ചു തരാം. റേറ്റ് മോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡിസ്പ്ലേ വരും. അതിൻ്റെ അകത്ത് നമ്മൾ റേറ്റ് വെച്ചതിന് ശേഷം എത്ര ml/h ആണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് കുട്ടികൾക്കാകുമ്പോൾ ഒരു 15 ml/h അല്ലെങ്കിൽ 20 ml/h കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെയാണ് റേറ്റ് മാറ്റേണ്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ 0.10 ആണ് എടുക്കുന്നത്. നമ്മളത് മൊത്തത്തിൽ 0 ആക്കിയതിന് ശേഷം ഇപ്പോൾ 20 ml/h +10 എന്നുള്ളത് കൂട്ടാനും എപ്പോഴും മൈനസ് വരുന്നത് കുറയ്ക്കാനുള്ളതാണ്. ഇപ്പോൾ 100 വേണമെങ്കിൽ, ഇപ്പോൾ 120 ആണെങ്കിൽ ഈ 100 ഞെക്കി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി 120 ആവും. 120 വേണ്ടാത്തതുകൊണ്ട് മൈനസ് ചെയ്തു 20 ml/h പോകാനാണെങ്കിൽ നമുക്കിവിടെ VTBI ഇപ്പോൾ 500 ml ആണ് 20 ml/h പോകേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ VTBI സെറ്റ് ചെയ്യാം. നോർമലി പോകേണ്ടത് ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് കാണിക്കേണ്ട, നോർമലി പോകേണ്ടതാണെങ്കിൽ ഒന്നും വേണ്ട, എൻട്രി ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് VTBI എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VTBI ഇവിടെ കണ്ടിട്ടുണ്ടോ, വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ്. ജസ്റ്റ് അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പം 500 ml ബോട്ടിലാണ്. നമുക്ക് 400 ml 20 ml/h വെച്ച് പോയാൽ മതിയെങ്കിൽ നമുക്കിനി VTBI 400 ആക്കണം. അതിൻ്റെ ഇവിടെ കൊണ്ടുവന്നു. നമുക്ക് 100ക്ക് 200 ആയി, 300 ആയി, 400 ആയി. ഇത് മാത്രം ഇപ്പം 500 ml ഉണ്ടെങ്കിൽ 400 ml മാത്രം 20 ml/h പോകും. എന്നിട്ട് സെയിം അതുപോലെ തന്നെ എൻട്രി നിൽക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് വന്നിട്ട് നമുക്ക് ട്രിപ്പ് മോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ഇത് മിനിറ്റിലാണ് ഓരോ ട്രിപ്പ് പോകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ആകുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത മോഡിലേക്ക് പോകുന്നു. ടൈം മോഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ്, അതായത് എത്ര ml ആണ് എത്ര മിനിറ്റും കൊണ്ട് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമുക്കൊരു 100 ml അരമണിക്കൂറും കൊണ്ട് പോകണം. അപ്പം ആദ്യം വന്നിട്ട് വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് അവിടെ 100 ആക്കി. ഇനി നമുക്ക് ടൈമാണ് മാറ്റേണ്ടുന്നത്. എൻട്രി ആക്കി. അതിന് ശേഷം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. വീണ്ടും ടൈമിൽ വന്നിട്ട് ഈ വൈറ്റ് വരുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യണം. എല്ലാം കാണുന്നുണ്ട്, നിങ്ങൾ വൈറ്റും കാണുന്നുണ്ടല്ലോ. അതിനകത്ത് വൈറ്റ് വരുവാണെങ്കിൽ നമുക്കിപ്പോൾ അരമണിക്കൂറും കൊണ്ടാണ് 100 ml പോകുന്നത്. അപ്പം പ്രസ് കൊടുത്തിട്ട് 30 ആയി. ഇങ്ങനെ വരുവാണെങ്കിൽ, അതായത് ഇവിടെ വരുമ്പോൾ അവേഴ്സാണ് വരിക. എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, കൂടിപ്പോകും. 30 മണിക്കൂറും കൊണ്ടാണ് 100 ml. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സും കൊണ്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ആരും ഞെക്കരുത്. വീണ്ടും നമ്മൾ കുറച്ചതിന് ശേഷം വീണ്ടും ഒന്ന് എൻ്റർ പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പുറത്ത് വരും മിനിറ്റിൻ്റെ അവിടെ. മറ്റേത് അവേഴ്സാണ്. മിക്കവാറും വരുന്നവർക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അതാണ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നെ. ഇത് മിനിറ്റ്. ഈ മിനിറ്റിൻ്റെ ഇവിടെ പോയിട്ട് നമ്മൾ +10 ഞെക്കി, അങ്ങനെ ഞെക്കി 3 പ്രാവശ്യം ഞെക്കി കഴിയുമ്പോൾ 30 മിനിറ്റ്സ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. വീണ്ടും എൻ്റർ അടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വോളിയം പോകുന്നത് കാണാം. ഇങ്ങനെ ഡ്രിപ്പ് പോകുന്നത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 100 ml അരമണിക്കൂറും കൊണ്ട് പോയി കിട്ടും. അടുത്ത മോഡെന്ന് പറയുന്നത് ടൈം മോഡാണ്. ടൈം മോഡും കഴിഞ്ഞു. WVT മോഡെന്ന് പറയും. ആ മോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഡോസ്, ഡ്രഗ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെയിറ്റും
ടോളിയം മുബി ഇൻഫ്യൂസ്ഡ് എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ ആവശ്യം വരില്ല. നമ്മൾ സാധാരണ മറ്റേ മോളാണ്. ആവശ്യം വരുന്നവർക്കാണെങ്കിൽ ഡോസ് എത്ര ആണെന്നും വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് എത്ര ആണെന്നും അതിൻ്റെ ശേഷം കുട്ടികളുടെ വെയിറ്റ് അല്ലെങ്കിൽ ARD ആണെന്ന് വെച്ചാൽ അവരുടെ വെയിറ്റ്, ഡ്രഗ് എത്രയാണ് എന്നെല്ലാം ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ സ്റ്റാർട്ട് അടിക്കേണ്ടുന്നത്. ഇത് ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഇനി ബോളസ് കൊടുക്കാൻ നമുക്ക് 2 രീതി ബോളസ് കൊടുക്കാം. ഇതുപോലെ തന്നെ 15 മിനിറ്റ് കൊണ്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് ബോളസ് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം കൂടി പോയിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ബോളസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കാണിച്ചു തരാം. ബോളസിന് എങ്ങനെ കൊടുക്കാനാണ് നമ്മൾ 2 രീതി പറഞ്ഞിരുന്നു. ഒന്ന് ടൈം മൂഡ് വെച്ചിട്ട് കൊടുക്കുന്ന രീതിയും, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ പോയി, അതിൻ്റെ ശേഷം നമുക്ക് ഈ ട്യൂബ് ക്ലീൻ ആക്കണേ പോലും എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റെറിൽ വാട്ടറോ അല്ലെങ്കിൽ നോർമൽ സലൈനോ നിറച്ചതിന് ശേഷം ഈ ബോളസ് ബട്ടനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ബോളസ് ബട്ടണിൽ ലോങ് പ്രസ്സായിട്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്നത് കാണാം. കണ്ടോ വെള്ളം ഇതും പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ട്യൂബ് വൃത്തിയാക്കാൻ പറ്റും. കാരണം ഓരോ മരുന്ന് കൊടുത്തതിന് ശേഷം ട്യൂബ് വൃത്തിയാക്കി തന്നെ വെക്കണം. അല്ലെങ്കിൽ അടുത്ത മരുന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതുകൂടെ കൂട്ടിയായിരിക്കും കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ പോകുന്നത്. അപ്പോൾ ഈ ട്യൂബും നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ബോളസ് കൊടുക്കാം. ഇപ്പം നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൈം മൂടി വെച്ച് വേണേലും കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. ഞാനത് അടുത്ത ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.